റിപ്പോർട്ടർ ടി വിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മഹാറാലി ഇപ്പോൾ വൈത്തിരി കടന്നിരിക്കുകയാണ്. ലക്കിടിയിൽ നിന്ന് ആരംഭിച്ച് വൈത്തിരി കടക്കുമ്പോൾ തന്നെ ഒരു മണിക്കൂറിലേറെ സമയമെടുത്തു. അത്ര വലിയ ജനപിന്തുണയാണ് ഈ റാലിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിശ്ചയമായും ഒരു പ്രതികൂല കാലാവസ്ഥയുണ്ട് എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം പലയിടത്തും വലിയ മഴയുണ്ട്, മഴക്കോളുണ്ട്. ഇടയ്ക്ക് അല്പനേരം ഒന്ന് സൂര്യൻ പ്രകാശം ചൊരിഞ്ഞെങ്കിലും എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാവുന്നൊരു സ്ഥിതിയാണ്. ഞാൻ പറയുന്നത് അങ്ങനൊരു കാലാവസ്ഥാ പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും നൂറുകണക്കിന് ആളുകളാണ് ഈ റാലിയെ അഭിവാദ്യം ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. റാലി കടന്നു പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ആളുകൾ കാത്തു നിൽക്കുന്നു. അവർ ഈ റാലി അഭിവാദ്യം ചെയ്യുന്നു, അവർ നമ്മളോട് സംസാരിക്കുന്നു, അവരുടെ ആകാംക്ഷകൾ പങ്കുവയ്ക്കുന്നു. നോക്കൂ, രാജ്യത്തിൻ്റെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം മേഖലകളിൽ ഒന്നാണ് വയനാട് എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. വയനാട് കാണാൻ പ്രതിവർഷം വരുന്ന ആളുകളിൽ നിന്ന് മാത്രം ഒരു വർഷം നമുക്ക് ലഭിക്കുന്നത് 4000 കോടി രൂപയുടെ വരുമാനമാണ്. ആ 4000 കോടി രൂപയുടെ വരുമാനമാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ആ വരുമാനം മാത്രമല്ല, ആ വരുമാനത്തെ ഉപജീവിച്ച് മനുഷ്യർ അവരുടെ നിത്യജീവിതം കെട്ടിപ്പടുക്കുന്ന ഒരു ജില്ലയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങേയറ്റം വലിയ ജീവിത പ്രതിസന്ധിയാണ്. ആ ജീവിത പ്രതിസന്ധിയിൽ നിന്ന് മനുഷ്യരെ കരകയറ്റാനുള്ള ഉത്തരവാദിത്വം വയനാട്ടിലെ മനുഷ്യർക്ക് മാത്രമല്ല, മറിച്ച് വയനാടിനെ ഇഷ്ടപ്പെടുന്ന കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും മുഴുവൻ ആവശ്യമാണ്. നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ വലിയ പദ്ധതികൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ആ പദ്ധതികൾ വന്നതിന് ശേഷം ഈ വയനാട് ജില്ലയ്ക്ക് ഒരു ഉണർവുണ്ടാകട്ടെ എന്ന് കാത്തിരിക്കാൻ നമുക്ക് കഴിയില്ല. ഇവിടെ ഞങ്ങൾ സംസാരിച്ച ഓട്ടോറിക്ഷ തൊഴിലാളികളാണെങ്കിലും ഈ പറയുന്ന ചെറിയ ചായക്കട നടത്തുന്ന മനുഷ്യരാണെങ്കിലും ഒക്കെ ആരും ഇങ്ങോട്ട് വരുന്നില്ല എന്നുള്ള പരാതിയാണ് പറയുന്നത്. ആരും വയനാട് കാണാൻ വരുന്നില്ല. വയനാട് നിശ്ചയമായും കാർഷിക വിളകൾക്ക് വളരെ പ്രശസ്തമാണ് എങ്കിൽ കൂടിയും ആ കാർഷിക പ്രതിസന്ധി, വയനാടിനെ ചൂഴ്ന്നു നിൽക്കുന്ന കാർഷിക പ്രതിസന്ധിയെ വയനാട്ടിലെ ജനങ്ങൾ അതിജീവിച്ചത് ടൂറിസത്തിലൂടെ ആയിരുന്നു. ടൂറിസം എന്ന് പറയുന്ന ആ മേഖല വലിയ രീതിയിൽ വയനാട്ടിൽ വികസിച്ചു. ആ വികാസം ആണ് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ചുരുക്കത്തിൽ കാർഷിക മേഖലയും അതുപോലെ തന്നെ വിനോദസഞ്ചാര മേഖലയും ഒരുപോലെ പ്രതിസന്ധിയിലാകുമ്പോൾ ഇവിടുത്തെ മനുഷ്യരുടെ നിത്യജീവിതം അങ്ങേയറ്റം ദുരിതത്തിലാകുന്നു എന്നുള്ളതാണ്. ആ യാഥാർത്ഥ്യമാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതിനെ പരിഹരിക്കണം എന്നുണ്ടെങ്കിൽ സാമൂഹികമായും രാഷ്ട്രീയമായും ഒക്കെ വലിയ ഇനിഷ്യേറ്റീവ് ഉണ്ടാവണം. ആ ഇനിഷ്യേറ്റീവിൻ്റെ ഒരു പ്രധാന ഘടകമായിട്ടാണ് ഇന്ന് മഹാറാലി എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കത്തിൽ തന്നെ വലിയ വിജയമായിരിക്കുന്നു. ഇതിപ്പോൾ നിലമ്പൂർ MLA ആയിട്ടുള്ള PV അൻവറാണ് രാവിലെ ലക്കിടിയിൽ നിന്ന് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തത്. ഏതാണ്ട് 300-ലേറെ ബൈക്കുകൾ പങ്കെടുക്കുന്ന ഒരു റാലിയാണ്, മഹാറാലിയാണ്. അതുപോലെ തന്നെ 50-ഓളം ജീപ്പുകൾ ഈ റാലിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ റാലിയിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ ഈ റാലിയിൽ പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വയനാട്ടുകാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ കൂടിയാണ് ആളുകൾ വന്നിരിക്കുന്നത്. വയനാട്ടുകാർ മാത്രമല്ല, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടി പറയുകയാണ്, വയനാട്ടുകാർ മാത്രമല്ല ഈ റാലിയിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പരിസര ജില്ലകളിൽ നിന്ന് കോഴിക്കോട്ട് നിന്ന് ആളുകൾ എത്തിയിട്ടുണ്ട്, മലപ്പുറത്ത് നിന്ന് ആളുകൾ എത്തിയിട്ടുണ്ട്, കണ്ണൂരിൽ നിന്ന് ആളുകൾ എത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് വയനാടുകാരുടെ മാത്രം പ്രശ്നമല്ല എന്ന് ഉത്തമ ബോധ്യം മലയാളികൾക്ക് ഉള്ളതുകൊണ്ടാണ് ഈ പങ്കാളിത്തം വിവിധ ജില്ലകളിൽ നിന്നുണ്ടായിരിക്കുന്നത്. ആ അർത്ഥത്തിലൊക്കെ മനുഷ്യരിപ്പോൾ ഒന്നിച്ചു നിൽക്കാൻ തയ്യാറാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വയനാടിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി, വയനാടിനെ വീണ്ടും നിർമ്മിക്കുന്നതിന് വേണ്ടി, ആ നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കാളികളാകാൻ തങ്ങളെല്ലാം സന്നദ്ധരാണ് എന്ന് ഉച്ചസ്ഥരം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പറയുന്ന മനുഷ്യരെല്ലാം വിവിധ ജില്ലകളിൽ നിന്ന് പോലും വയനാട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് വലിയ പിന്തുണയോടുകൂടി ഈ റാലി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റാലിയുടെ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നിശ്ചയമായും വലിയൊരു ആത്മവിശ്വാസം വയനാട്ടിലെ ആളുകൾക്ക് ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്നോടൊപ്പം വൈസ് ചെയർമാനായ സുജിത് സാറുമുണ്ട്. സുജിത് സാർ, നോക്കൂ, ഈ വയനാടിൻ്റെ നിങ്ങളൊക്കെ ഒരുപാട് കാലമായിട്ട് വയനാട്ടിൽ തന്നെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പം നമ്മൾ കണ്ട മനുഷ്യരൊക്കെ തന്നെയും അവരുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രതിസന്ധിയിലാണ്. എന്നാലും അവരുടെ കണ്ണിൽ ഒരു തെളിച്ചം കാണാം. നമ്മുടെ ഈ റാലി കടന്നു പോകുമ്പോൾ ഒരു പ്രതീക്ഷയുണ്ട്. ഞങ്ങളൊക്കെ ഈ മനുഷ്യരെല്ലാം പിന്നൊക്കെ വയനാട്ടിലേക്ക് വരുന്നു, അവർ ഞങ്ങളോടൊപ്പം നിൽക്കുന്നു. ആ പ്രതീക്ഷ ഉണർത്താൻ ഈ റാലിക്ക് കഴിഞ്ഞിട്ടില്ലേ? തീർച്ചയായിട്ടും ഈ റാലി ആ പ്രതീക്ഷ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് മാത്രമല്ല, നമ്മളോട് പല പ്രാവശ്യം പല ആവർത്തി ഇവിടെയുള്ള ആളുകൾ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു, നിങ്ങൾ ഇങ്ങനെ വയനാടിനെ ഒരു ഉദ്ദീപനത്തിൻ്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കണമെന്ന്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ആലോചിച്ച് ആ ഒരു തീരുമാനമാണ് നമുക്ക് ഇന്ന് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ജനങ്ങളിലേക്ക്, ആളുകളിലേക്ക്, ടൂറിസ്റ്റുകളിലേക്ക് ഈ വയനാടിൻ്റെ ഒരു പ്രകൃതി എങ്ങനെയാണ്, വയനാടിന് എന്താണ് സംഭവിച്ചത് എന്നുള്ള സംവിധാനങ്ങൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇനി അവർക്ക് ആ പേടി, ഭയം പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ മാറി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഇത് ആളുകളിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു ഭയം മാറും. അപ്പോൾ വയനാട്ടിനെ നമുക്ക് വീണ്ടെടുക്കാൻ പറ്റും എന്നുള്ള ഉറച്ച വിശ്വാസം റിപ്പോർട്ടർ TV ക്ക് ഉണ്ട്. അതാണ് നമ്മുടെ ഒരു
ഉത്തരവാദിത്വം. ഏറ്റവും പ്രധാനമായിട്ട് ഇതിപ്പം ഒരു റാലി നടത്തി നമ്മളിത് അവസാനിപ്പിക്കുകയല്ലേ, പിന്നെ പലതരത്തിലുള്ള സഹായങ്ങൾ കൂടി നമ്മൾ ഈ പറയുന്ന പ്രതിസന്ധിയിൽ ഏർപ്പെട്ട മനുഷ്യർക്ക് എത്തിക്കാനും ഈ റാലിയുടെ ഭാഗമായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പോൾ നൂറുകണക്കിന് ആളുകളുടെ ഇപ്പം നമ്മളിന്ന് ഫർണിച്ചർ വിതരണം നടത്തുന്നുണ്ട്. ഇന്നിപ്പോൾ ഈ റാലിയുടെ അവസാന ഘട്ടത്തിൽ നമ്മുടെ ചെയർമാൻ വരുന്നുണ്ട്, നമ്മുടെ മറ്റുള്ള വിശിഷ്ടാതിഥികൾ വരുന്നുണ്ട്. എല്ലാവരും കൂടി നമ്മൾ ഈ നൂറുകണക്കിന് ആളുകൾക്ക് വീടുകൾക്ക് മീൻസ് വാടകയ്ക്ക് പോയിരിക്കുന്ന ആളുകളുണ്ട്, സ്വന്തമായിട്ട് വീട് സ്ഥലം നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അവർക്ക് വേണ്ട നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ ഫർണിച്ചർ അസോസിയേഷൻ മാനുഫാക്ചറിങ് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ പല നാനാതുറകളിലുള്ള ആളുകളുടെ പല സഹായങ്ങളും നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഇന്ന് ഈ റാലിയുടെ അവസാനം വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷ അവസരം കൂടി നമുക്ക് ഈ റാലി കൊണ്ട് ഉദ്ദേശിക്കാൻ പറ്റുന്നുണ്ട്. നിശ്ചയമായും. അപ്പോൾ ആ അർത്ഥത്തിൽ വെറുതെ ഒരു 100-300 വാഹനങ്ങളുടെ 1000-ഓളം വാഹനങ്ങളുടെ ഒരു റാലി നടത്തി ഇത് അവസാനിപ്പിക്കുകയല്ല, മറിച്ച് ആവശ്യക്കാരെ കണ്ടറിഞ്ഞ് അവർക്ക് സഹായം എത്തിക്കാൻ ഒട്ടേറെ ആളുകളും സന്നദ്ധ സംഘടനകളും രംഗത്ത് വന്നിട്ടുണ്ട്. അവരെ കൂടി സ്വരൂപിച്ചുകൊണ്ട് അവരുടെ സഹായം കൂടി എത്തിക്കുവാനുള്ള ഒരു ശ്രമം കൂടി ഈ റാലി നടത്തുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഇതൊരു പ്രകടനം മാത്രമല്ല, മറിച്ച് ഒരു പ്രവർത്തനം കൂടിയാണ്.